ആ എഴുതിയത് കലക്കി കുടിച്ച ആ രോഗം മാറുകയാണ്. അത്ര വലിയ ബഹുമാനമുള്ളതാണ് ഖുർആൻ. ഖുർആൻ ഓതി മന്ത്രിക്കുമ്പോ വിഷറിഞ്ഞിപ്പോവാണ്. അത്ര വലിയ ബഹുമാനമുള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആനിനോട് അദബ് കേട് വരാൻ പാടില്ല. ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവന് ദുനിയാവിലുള്ള മുസീബത്തുകൾ അല്ലാഹു തടുക്കുന്നതാണ്. എങ്കിൽ പിന്നെ ഓതുന്നവന്റെ കാര്യം പറയണോ? വയദ്ഫഉ അൻ ഖാരിൽ ഖുർആനി ബൽ വല്ലാഖിറ. ഖുർആൻ ഓതുന്നവന് ആഖിറത്തിന്റെ വിഷമം തന്നെ അല്ലാഹു തടുക്കുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവന് ആഖിറത്തിന്റെ പരീക്ഷണം തന്നെ അല്ലാഹു തടുക്കുന്നതാണ്. വലിൽ മുസ്തമീ ആയതൻ മിൻ കിതാബിൻ വലിൽ മുസ്തമീ ആയതൻ മിൻ കിതാബിൻ. ഓ സഹോദരന്മാരെ, അതാ പരിശുദ്ധ ഖുർആൻ. വലൽ മുസ്തമിഉ ആയതൻ മിൻ കിതാബിൻ, ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ അഫ്ളലു മിൻ കൻസിൻ ദഹബാ, അത് സ്വർണത്തിന്റെ ഒരു നിധിയേക്കാൾ ശ്രേഷ്ഠമായത് കിട്ടുന്നവനാണ്. അതേ വലിൽ ഖാരി ആയതൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊരായത്തോതുന്നവൻ അഫ്ളലു മിമ്മാ തഹതൽ അർശില സറാ. വലൽ ഖാരിഉ ആയതൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരായത്ത് ഓതുന്നവൻ അവൻ ഈ ഭൂമിയിൽ അർശിന്റെ ചുവട്, അതേ ഭൂമിയുടെ താഴെ വരെയുള്ള എല്ലാ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠമായവനാണ്, ശ്രേഷ്ഠമായത് ചെയ്യുന്നവനാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പഠിക്കാനും മനഃപ്പാഠമാക്കാനും ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാനും ധാരാളം സന്ദർഭങ്ങളുണ്ടാകണം, വേദികളുണ്ടാകണം. അതിനുള്ളതാണ് നമ്മുടെ മദനി അറബിക് കോളേജും ദഅവാ കോളേജും, നമ്മുടെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജും, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളൊക്കെ. അതെല്ലാം അല്ലാഹു ഇനിയും ധാരാളം അല്ലാഹുവിന്റെ ദീനിന് ഉപകാരം ചെയ്യുന്ന, ഉപകാരം ലഭിക്കുന്ന സ്ഥാപനങ്ങളായി ഉയർത്തി വളർത്തിത്തരട്ടെ. ഞാനിപ്പോൾ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഏറ്റവും കൂടുതലായി ഉപദേശിച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സ് നന്നാക്കാനാണ്. മനസ്സ് നന്നാകാൻ ഏറ്റവും അനിവാര്യമായത് അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്, അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് അല്ലാഹു വിരോധിച്ചത് കൈയൊഴിച്ചുകൊണ്ടുള്ള തഖ്വയുടെ ബോധമാണ്. ആ ബോധമുണ്ടാകണമെങ്കിൽ വിശ്വാസം ക്ലിയറാകണം. വിശ്വാസം ക്ലിയറാകണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ, അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ചത് എന്താണോ, ആ സഹാബത്തിൽ ഇൽമു പഠിച്ച താബിഈങ്ങളും തബഉ താബിഈങ്ങളുമായ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ ഇമാമീങ്ങൾ പഠിപ്പിച്ചത് എന്താണോ, അവരിൽ നിന്ന് ഗ്രഹിച്ച ആ 2-3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ പണ്ഡിതന്മാർ, സാലിഹീങ്ങൾ, അയിമ്മത്ത്, മുജ്തഹിദുകൾ, അവര് പഠിപ്പിച്ചതനുസരിച്ച്, അവര് നമുക്ക് കാണിച്ചു തന്നതനുസരിച്ച്, അവരുടെ പിൻഗാമികളായ പണ്ഡിതന്മാർ അങ്ങനെ തുടർന്ന് മഹാനായ മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വരെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും സാദാത്തുക്കളും നമുക്ക് കാണിച്ചു തന്ന വഴി ഏതാണോ ആ വഴി
ഖുർആൻ പറഞ്ഞ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പിഴച്ചവരുടെ വഴിയല്ല, പടച്ചവൻ കോപിച്ചവരുടെ വഴിയല്ല.